ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയും. നമ്മളെല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. അത് നമ്മളുടെ മാത്രമല്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടി വേണ്ടിയാണ്. ഇനി ഒരു സിമ്പിൾ SIPയുടെ കേസ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. നിങ്ങളൊരു 10,000 രൂപേൻ്റെ മന്ത്ലി SIP സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. 12% റിട്ടേൺ കിട്ടിയാൽ തന്നെ 20 വർഷം കൊണ്ടാണ് നമ്മൾക്ക് 1 കോടി രൂപേൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ പല ആൾക്കാരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേമിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനും ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ അതിന് ടൈം വേണം. ഇപ്പോൾ ഇവിടെ ചില കേസിൽ 10 വർഷം എടുക്കാം, 20 വർഷം എടുക്കാം, 30 വർഷം എടുക്കാം. ബട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫ് അത്രയും കാലം മുന്നോട്ട് പോയില്ലെങ്കിലോ, ചിലപ്പോൾ 2-3 വർഷം കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ, നമ്മൾക്ക് ആ ഒരു പീരീഡിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്ന വളരെ ചെറിയൊരു എമൗണ്ട് കൊണ്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഫാമിലിക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നോർമൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ മെല്ലെ സമയമെടുത്തിട്ടാണ് നമ്മൾക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫാമിലിക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം ആവശ്യമാണ്. എന്നാൽ അതേ സമയത്ത് ടേം ഇൻഷുറൻസിൻ്റെ കേസിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾക്ക് ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടേം ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ്, ടേം ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ആക്സിസ് മാക്സ് ലൈഫിൻ്റെ സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് കൺസിഡർ ചെയ്യുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി ആദ്യം തന്നെ ടേം ഇൻഷുറൻസ് എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റ് അല്ല, ഒരു പ്രൊട്ടക്ഷൻ പ്രൊഡക്റ്റ് ആണ്. അതായത് ഫാമിലിയിലെ ഏർണിംഗ് മെമ്പറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഫാമിലിക്ക് ഒരു എമൗണ്ട് ലംസമായിട്ട് പേ ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിളിന് 1 കോടി രൂപയുടെ ഒരു ടേം ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു പോളിസി ടേമിൽ പോളിസി ഹോൾഡറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോമിനിക്ക് 1 കോടി രൂപ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നതാണ്. ആ ഒരു ഫാമിലിക്ക് ആ ഒരു എമൗണ്ട് ഉപയോഗിച്ചിട്ട് അവരുടെ ഹോം ലോൺ, മന്ത്ലി എക്സ്പെൻസ്, EMI ഇതൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നതാണ്. ഇനി ടേം ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, വളരെ കുറഞ്ഞൊരു പ്രീമിയം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു കവറേജ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് പല ആൾക്കാരും സർപ്രൈസ് ആയി പോകുന്നത്. വെറും 595 രൂപ മാസം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് 1 കോടി രൂപേൻ്റെ വരെ കവറേജ് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 902 രൂപ മാസം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് 2 കോടി രൂപേൻ്റെ വരെ കവറേജും സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ ഇതിനേക്കാളും വലിയ എമൗണ്ട് പല ആൾക്കാരും ഓൺലൈൻ ഫുഡ് ഡെലിവറിക്കും സബ്സ്ക്രിപ്ഷൻസിന് വേണ്ടിയിട്ടും റാൻഡമായിട്ട് ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഫാമിലിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കേസ് വരുന്ന സമയത്ത് പല ആൾക്കാരും ആ ഒരു ഡിസിഷൻ ഡിലേ ചെയ്യാറുണ്ട്. ബട്ട് ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്താണ്, നിങ്ങളുടെ യങ്ങർ ഏജിലാണ്. ഏജ് കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. ഇൻഷുറൻസിൻ്റെ റിയൽ വാല്യൂ വരുന്നത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്തല്ല, ക്ലെയിം സെറ്റിൽമെൻറ്റ് ടൈമിലാണ്. ഇവർക്ക് ഇൻഡസ്ട്രിയിൽ 99.7% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉണ്ട്. വൺ ഓഫ് ദി ഹയസ്റ്റ് തന്നെയാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള ക്ലെയിംസിന് 3 മണിക്കൂറിനുള്ളിൽ ഇവർ ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫാമിലിക്ക് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പൈസ കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്നത്. എനിക്ക് ഇവരുടെ പ്രൊഡക്റ്റിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാലറീഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും സ്ത്രീകൾക്കും എക്സ്ട്രാ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാലറീഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അവരുടെ ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൻ്റെ മുകളിൽ 15% ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് 15% ലൈഫ് ടൈം ഡിസ്കൗണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സാലറീഡ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഈ 2 ബെനിഫിറ്റും കമ്പൈൻ ആയിട്ടും കിട്ടുന്നതാണ്. ഇനി പല ആൾക്കാരും ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്, ഇനി എനിക്കൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതുവരെ അടച്ച പ്രീമിയൊക്കെ നഷ്ടമല്ലേ എന്നുള്ള ചിന്ത. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റ് കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അപ്ലിക്കബിൾ കണ്ടീഷൻസിൽ മെച്യൂരിറ്റിക്ക് മുൻപായിട്ട് നമ്മൾ ഈ ഒരു പോളിസി എക്സിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ അതുവരെ അടച്ച പ്രീമിയത്തിൻ്റെ 100% നമ്മൾക്ക് തിരിച്ച് കിട്ടാനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു സൊല്യൂഷൻ കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ലോങ് ടേമിൽ വെൽത്ത് ബിൽഡ് ചെയ്യുന്നതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അതിന് മുന്നേ നമ്മളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നമ്മളുടെ കടമ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ലിങ്കും പ്രീമിയം കമ്പയർ ചെയ്യാനും കവറേജ് കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.